Good afternoon, children. We have reached up to chapter 4 and the shed, the poem, the shed we have already completed. Hope that you have understood the poem. It was a very simple poem. Hope that you all are aware of the theme of the poem. Okay, so we will go to the next chapter. This is very interesting and very simple chapter. The ashes that made the tree bloom. Okay, ഹണികോംബ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഓക്കെ, ഇതൊരു സത്യസന്ധരായ ഒരു നല്ല കപ്പിൾസിൻ്റെ, ഒരു ഭാര്യ ഭർത്താവിൻ്റെയും ഒരു സ്റ്റോറിയാണിത്. ഓക്കെ, ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് ആൻ ഓണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ഓൾഡ് കപ്പിൾ ആൻഡ് ദെയർ പെറ്റ് ഡോഗ്. എന്താണ്? ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് ആൻ ഓണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ഓൾഡ് കപ്പിൾ. ഓണസ്റ്റ്, സത്യസന്ധരും ഹാർഡ് വർക്കിംഗ്, അധ്വാനിയുമായ ഒരു കപ്പിളിൻ്റെ സ്റ്റോറിയാണ്. കപ്പിൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെ സ്റ്റോറിയാണിത്. ദ നെയ്ബേഴ്സ് ആർ ട്രബിൾസം. ട്രബിൾസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ്, അയൽവാസികൾ ട്രബിൾസം, ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ്. അവർ അത്ര നല്ല ആൾക്കാരൊന്നും അല്ല. ആൻഡ് ദ ഡോഗ് ഡൈസ് ആൻഡ് ഡെത്ത്. അവരുടെ ഒരു ഡോഗ് ചത്തുപോകുന്നു. ദ സ്പിരിറ്റ് ഓഫ് ദ ഡോഗ് ഗീവ്സ് സോളേസ് ആൻഡ് സപ്പോർട്ട് ടു ഹിസ് മാസ്റ്റർ ഇൻ അൺഎക്സ്പെക്റ്റഡ് വേസ്. ആ ചത്തുപോയ ഡെഡായ ഡോഗിൻ്റെ ആത്മാവ് ഈ നല്ലവരായ കപ്പിൾസിന് ആശ്വാസവും സപ്പോർട്ടും ഒക്കെ നൽകുന്നതാണ് കഥ. ഓക്കെ, വിൽ ഗോ ടു ദ ചാപ്റ്റർ. The ashes that made the tree bloom. What is the meaning of the chapter? The ashes, ash means charam. The ashes that made the tree blooms. Okay, ഒരു വൃക്ഷത്തിന് പൂക്കൾ ഉണ്ടാകാൻ സഹായിച്ച ആഷസ്, ചാരം. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ചെടികൾക്കൊക്കെ ചാരം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ചാരം ഇട്ടപ്പോൾ ഒരു ചെടി പൂത്തു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. In the good old days of the daimyos, there lived an old couple whose only pet was a little dog. Okay, daimyos, ജന്മിമാർ, അവരുടെ കാലത്ത് അവിടെ ഒരു ഓൾഡ് കപ്പിൾ ജീവിച്ചിരുന്നു. ഓക്കെ, what they had a little pet dog. They had a little dog as their pet animal. Having they had no children, so they considered this pet dog as their child. They loved it as though it were a baby. Okay, how did they love the dog? As if it was their baby. They loved the pet dog as their own child. അവരുടെ കുട്ടിയെ പോലെ അവർ അതിനെ സ്നേഹിച്ചു. The old dame made it a cushion of blue crepe and at meal time muko, for that was its name. Okay, അതിന് ആ ഡെയിം മീൻസ് ആ സ്ത്രീ, ആ വയസ്സായ സ്ത്രീ ആ ഡോഗിന് വേണ്ടി നല്ല കുഷിനൊക്കെ ഉണ്ടാക്കി കൊടുത്തു അല്ലേ. ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഈ ഡോഗ് അവരുടെ അടുത്ത് തന്നെ പറ്റിച്ചേർന്ന് ഇരിക്കുമായിരുന്നു. വാട്ട് വാസ് ഹിസ് നെയിം? മുക്കോ, MUKO. ഇറ്റ് വാസ് ദ നെയിം ഓഫ് ദാറ്റ് ഡോഗ്. ഫോർ ദാറ്റ് ഇറ്റ് വാസ് നെയിം. വുഡ് സിറ്റ് ഓൺ ഇറ്റ് ആസ് സങ് ആസ് എനി ക്യാറ്റ്. ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്ന പോലെ ഇവർ ഭക്ഷണം കഴിക്കുമ്പോഴും ഇവരെന്ത് ചെയ്യുമ്പോഴും ഇവരുടെ സൈഡ് ചേർന്ന് ഈ പട്ടിക്കുട്ടി, ഈ ഡോഗ് ഇരിക്കുമായിരുന്നു. ആസ് ദെയർ ഓൺ ചൈൽഡ്, അവരുടെ കുട്ടിയെപ്പോലെ. ദ കൈൻഡ് പീപ്പിൾ ഫെഡ് ദ പെറ്റ് വിത്ത് tidbits of fish from their own chalk sticks. ജാപ്പനീസ്, ഇതൊരു ജാപ്പനീസ് സ്റ്റോറിയാണ്. അപ്പം അവർ ഭക്ഷണം കഴിക്കുമ്പോൾ സ്റ്റിക്സ് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ടി വിയിലും മൂവിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ദേ ആർ യൂസിങ് സ്റ്റിക്സ് ടു ഹാവ് ദ ഫുഡ്. ഓക്കെ, ദാറ്റ് സ്റ്റിക്ക് ഈസ് കോൾഡ് ആസ് ചാപ്പ് സ്റ്റിക്സ്. ഓക്കെ, ടിഡ്ബിറ്റ്സ് മീൻസ് അല്പം, ഒരു സ്വല്പം ഭക്ഷണം. അപ്പോൾ ഗുഡ് പീപ്പിൾ യൂസ് ടു ഗീവ് ഫുഡ് ഫോർ ദ പെറ്റ് ആനിമൽസ്. ഓക്കെ, ഓൺലി കൈൻഡ് പീപ്പിൾ ക്യാൻ ഷോ ലവ് ടു ദ പെറ്റ് ആനിമൽ. സം സ്ട്രോങ് പീപ്പിൾ അല്ല, ഭയങ്കര എന്താ, ഭയങ്കര ഹാർഡായിട്ടുള്ള ആൾക്കാർ, ഭയങ്കര സ്ട്രോങ് മനസ്സെല്ലാം ഇല്ലാത്ത ആൾക്കാർക്ക് മൃഗങ്ങളോട് സ്നേഹം കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പറയുന്ന കൈൻഡ് പീപ്പിൾ ഷോ ലവ് ടു ദ പെറ്റ് ആനിമൽ ആൻഡ് ദേ ഗീവ് ഫുഡ് ടു ദം. ഓക്കെ, ആൻഡ് ഓൾ ദ ബോയിൽഡ് റൈസ് ഇറ്റ് വാണ്ടഡ്. അപ്പോൾ ഇവർ എന്തൊക്കെയാണ് കൊടുത്തത്? ഇവർ ഫുഡ്,
ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് അങ്ങനെ എല്ലാം ഈ പട്ടിക്കുട്ടിക്ക് കൊടുക്കുമായിരുന്നു. Thus treated the dumb creature എന്ന് പറഞ്ഞ മൃഗങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല അല്ലേ? ഡം ക്രീച്ചർ സംസാരിക്കാൻ പറ്റില്ല. Loved its protectors like a being a soul. ഓക്കെ, അപ്പോൾ ഈ മൃഗങ്ങൾ തിരിച്ചെന്ത് ചെയ്യും? They loved their protectors. അവരുടെ പ്രൊട്ടക്ടേഴ്സിനെ അവരും നേരെ തിരിച്ച് അതുപോലെ സ്നേഹിക്കും. The dumb creature loved its protectors like a being with a soul. ഓക്കെ, അവർ തിരിച്ചും ആത്മാർത്ഥമായിട്ട് ഇവരെ നോക്കുന്ന യജമാനന്മാരെ സ്നേഹിക്കും. The old man, being a rice farmer, went daily with hoe or spade into the fields. What is the meaning of hoe? ഹോ, മൺവെട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? തൂമ്പ ഇല്ലേ പറമ്പിലൊക്കെ, ഫീൽഡിൽ നമ്മൾ കിളയ്ക്കുന്ന തൂമ്പ, അതാണ് ഹോ. The man, being a rice farmer, went daily with a hoe or spade into the field. തൂമ്പ, മൺവെട്ടി അങ്ങനത്തെ ആയുധങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ട് പോകും? He used to go to the field. Every day morning this farmer used to go to the field to work in his field. Working hard from morning until O Tendo Sama. What is the meaning of O Tendo Sama? ജാപ്പനീസ് ഭാഷയിൽ സൂര്യന് പറയുന്ന പേരാണ് ഓ ടെൻഡോ സമ. നമുക്ക് ഇംഗ്ലീഷിൽ സൺ എന്ന് പറഞ്ഞാൽ തീർന്നു. ബട്ട് ഇൻ ജാപ്പനീസ് ലാംഗ്വേജ് ഓ ടെൻഡോ സാമ മീൻസ് സൺ, ദ സൺ. ദ സൺ ഹാഡ് ഗോൺ ഡൗൺ ബിഹൈൻഡ് ദ ഹിൽസ്. സൺ ഹാഡ് ഗോൺ ബിഹൈൻഡ് ദ ഹിൽസ് എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ മനുഷ്യൻ ഹി വാസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. Till the sun set, this man was working in the field. Every day the dog followed him to work, never once harming the white heron that walked in the footsteps of the old man to pick up the worms. Okay, every day when this man is going to the field to work, this dog followed him, but he did not harm any harm. A harm means ഉപദ്രവിക്കുക, HARM, harm, ഉപദ്രവിക്കുക, അറ്റാക്ക് ചെയ്യുക. But he did not harm any animal on the way. Heron means HERON, heron. ഹെറോൺ എന്താ മീനിങ്? കൊക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വൈറ്റ് കൊക്ക് ഈ ഫീൽഡിലും പാടത്തും നമ്മുടെ ഈ പറമ്പിലൊക്കെ കാണാം കൊക്കല്ലേ. അപ്പം ഈ കൊക്ക് എപ്പോഴും when this man goes to the field, it was following the footprints of this farmer and this dog also. But this dog never attacked this heron. ഈ ഹെറോണിനെ ഒരിക്കലും ഈ ഡോഗ് അറ്റാക്ക് ചെയ്തില്ല. harming the white heron that walked in the footsteps, ആ കാൽപ്പാടുകളെ പിന്തുടർന്നു. footsteps of the old man to pick the worms. എന്തിനാ ഫോളോ ചെയ്തത്? to pick the worms. worms means ചെറിയ പുഴുക്കൾ, പ്രാണികളൊക്കെ. ടു പിക്ക് കളക്ട് ചെയ്യുക. ഈ വോംസിനെയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പക്ഷി ഈ ഫാമറിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ ദ ഓൾഡ് ഫെല്ലോ വാസ് പേഷ്യൻറ്റ് ആൻഡ് കൈൻഡ് ടു എവറിത്തിങ് ദാറ്റ് ഹാഡ് ലൈഫ്. ആൻഡ് ദിസ് മാൻ വാസ് വെരി കൈൻഡ് ടു ഓൾ ദ ആനിമൽസ്, ടു ഓൾ ദ ക്രീച്ചേഴ്സ് ദാറ്റ് ഹാഡ് ലൈഫ്. ജീവനുള്ളതിനോടെല്ലാം ഇദ്ദേഹത്തിന് വളരെ കരുണയായിരുന്നു. And often മിക്കപ്പോഴും often turned up a sword on purpose to give food to the birds. Sword means SOD, sword, തറ, ഫ്ലോർ, sword. അദ്ദേഹം ഈ sword ഈ മൺവെട്ടി കൊണ്ട് കിളച്ച് മറിക്കും. Why? To have the food for the birds. So when there is the mud ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേനും there will have some insects, worms or something, so the birds can go and have their food. So this man used to mix അല്ലെങ്കിൽ ഇങ്ങനെ ഈ മണ്ണൊക്കെ ഇളക്കി കൊടുക്കുമായിരുന്നു. One day the dog came running to him, putting his paws against his legs and motioning with his head to some spot behind. ഒരു ദിവസം one day this dog came to him running. He was running. This dog was running and came to this master, putting his paws means ഈ കൈയുടെ ഭാഗം ഇങ്ങനെ അവൻ്റെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുകയാണ്. ഹിസ് ലെഗ്സ് ആൻഡ് മോഷനിങ്, ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് വിത്ത് ഹിസ് ഹെഡ് ടു സം സ്പോട്ട് ബിഹൈൻഡ്. അപ്പം
ഈ ഡോഗ് ഇങ്ങനെ വന്ന് ഈ മാസ്റ്ററിൻ്റെ കാലിലിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ദിക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് തന്നെ ഈ മാസ്റ്ററിനെ കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുകയാണ്. The old man at first thought his pet was only playing. First he thought this dog is playing. Sometimes we know that if we have some animals or pet animals in our house, they like to play with the children or with us. So he thought this dog was playing with him and did not mind it. He didn't notice it. He wanted to leave him. But the dog kept on whining and running. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ഡോഗ് ഒരൊച്ച കേൾപ്പിക്കില്ല, മുരണ്ടുകൊണ്ട് വീണ്ടും അഗെയിൻ ഹി സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ടു ആൻഡ് ഫ്രോ. ടു ആൻഡ് ഫ്രോ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും. ടു ആൻഡ് ഫ്രോ. ദ ഡോഗ് സ്റ്റാർട്ടഡ് റണ്ണിങ് ടു ആൻഡ് ഫ്രോ. ഡോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഫോർ സം മിനിറ്റ്സ്, കുറേ സമയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. Then the old man followed the dog for a few yards. Few yards means കുറച്ച് ദൂരം. Few yards and to a place where the animal began to lively scratching. Okay, at last this man was fed up and he decided to follow the dog. He followed the dog to some distance and this dog was scratching on the floor. ഇങ്ങനെ ഫ്ലോറിൽ കൈ കൊണ്ടിങ്ങനെ മണ്ണിൽ ഇങ്ങനെ കുഴി ഉണ്ടാക്കാൻ തുടങ്ങി, ഇങ്ങനെ മാന്താൻ തുടങ്ങി. Thinking it was possibly a buried bone or bit of flesh. But the farmer thought he thought it will be some bone or fish or something. ചില ഡോഗ്സും ക്യാറ്റ്സും ഒക്കെ ഈ ബോൺസോ ഫിഷോ അങ്ങനെ കിട്ടുമ്പോൾ അത് മണ്ണിട്ട് മൂടി വെക്കും അല്ലേ, ചെറിയ കുഴിയൊക്കെ കുഴിച്ചിട്ട് അത് മണ്ണിട്ട് മൂടി വെക്കും. സോ ദിസ് ഫാർമർ വാസ് ഓൾസോ തിങ്കിങ് ദാറ്റ് ദർ വിൽ ബി എ പീസ് ഓഫ് ബോൺ ഓർ എ പീസ് ഓഫ് ഫിഷ്. The old man stuck his hoe in the earth. Stuck ഇങ്ങനെ മൺവെട്ടി കൊണ്ട് കുഴിച്ചു. Stuck his hoe, മൺവെട്ടി കൊണ്ട് മണ്ണിൽ ഇങ്ങനെ കുഴിച്ചു. Then what happened? Then lo, a pile of gold gleamed before him. A pile of gold. ഒരു സ്വർണത്തിൻ്റെ കൂമ്പാരം. സ്വർണം ഇങ്ങനെ ഒരുപാട് സ്വർണം ഇങ്ങനെ ആ മണ്ണിൽ നിന്ന് പൊങ്ങി വന്നു. Pile of gold, സ്വർണ്ണ കൂമ്പാരം. Gleamed before him. Gleamed means തിളങ്ങുക. Gleamed അവൻ്റെ മുമ്പിൽ ഇതിങ്ങനെ തിളങ്ങി നിൽക്കുക. സ്വർണം മൊത്തം ഇങ്ങനെ തിളങ്ങി നിൽക്കുക. Thus in an hour the old couple were made rich. Thus എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. THUS thus അതുകൊണ്ട് അങ്ങനെ. Thus in an hour, within an hour, this old couple became rich. Till that time they were very poor. They had nothing. They had no house. Neither no house nor field, nothing. അവർ ആരുടെയെങ്കിലുമൊക്കെ ഫീൽഡിൽ പണിയെടുത്തിട്ടൊക്കെ ആയിരിക്കും ജീവിച്ചിരുന്നത്. അവർക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല. But within a moment, within an hour, they became rich. The good souls bought a piece of land. After what they did, അവർ പെട്ടെന്ന് തന്നെ ഇച്ചിരി സ്ഥലമൊക്കെ വാങ്ങി എന്ത് ചെയ്തു? Made a feast for their friends. അപ്പോൾ അവർക്ക് കിട്ടിയത് കൊണ്ട് അവർ തന്നെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ജീവിക്കാൻ നോക്കിയില്ല. They made a feast. Feast means celebration. They made a feast, called all their friends and made a feast and gave plentifully to their poor neighbors. Plentifully, ധാരാളം. Then they gave so many things to their friends, neighbors and everyone. As for the dog, they petted him till they nearly smoothed him with kindness. Okay, അപ്പോൾ അവർക്ക് മനസ്സിലായി all these fortunes, all these graces they got because of this dog. So they gave everything for the dog. They petted. അവർ ഭയങ്കര വാത്സല്യം കൊണ്ട് അവനെ പൊതിഞ്ഞല്ലേ, ഭയങ്കരമായിട്ട് കെയർ ചെയ്തു, ഭയങ്കരമായിട്ട് വാത്സല്യം കൊടുത്തു, ഭയങ്കരമായിട്ട് they cared for him. Now in the same village there lived a wicked old man and his wife. All the people are not good. And there was another couple who lived near to their house. They were wicked and crooked. They were not so good people. They were very crooked people. And what they did? Not a bit of sensitive and kind. They were not sensitive and they were not kind. അവർക്ക് അത്ര കരുണയും സ്നേഹവും ഒന്നും ഉണ്ടായിരുന്നില്ല. They were not sensitive and not kind. അവർ സെൻസിറ്റീവും കൈൻഡും ഒന്നും ആയിരുന്നില്ല. Who had always kicked and scolded all dogs whenever any passed their houses. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഡോഗിനെ കാണുമ്പോൾ കിക്ക് ചെയ്യും, ഒന്നിൽ തൊഴിക്കും, അല്ലെങ്കിൽ വഴക്ക് പറയും, ഇങ്ങനെ ആട്ടി ഓടിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അവർ എപ്പോഴും ഇങ്ങനെ ഓടിക്കുമായിരുന്നു. They were not kind, so they could not show kindness to the animals also.
Hearing of their neighbor's good luck, they coaxed the dog into their garden and set before him bits of fish and other dainties, hoping he would find treasure for him. Okay. അപ്പോൾ ഈ നെയ്ബറിൻ്റെ ഫോർച്യൂണൊക്കെ അവർക്ക് മനസ്സിലായി അല്ലേ, നെയ്ബേഴ്സിന് നിധി കിട്ടി, കുറേ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയെന്ന് ദേ അണ്ടർസ്റ്റുഡ്. ദെൻ വാട്ട് ദേ ഡിഡ്, ദേ ട്രൈ ടു ടെംപ്റ്റ് ദാറ്റ് ഡോഗ്. കോആക്സ്ഡ് മീൻസ് പാട്ടിലാക്കുക, ഇങ്ങനെ വശത്താക്കാൻ നോക്കി. കോആക്സ്ഡ് അവർ ദേ ട്രൈ ടു ടെംപ്റ്റ് ദ ഡോഗ് ആൻഡ് അറ്റാക്ട് ദ ഡോഗ് ടു their house, to the neighbor's house. For what they did, we know that. എന്തിനാണ് അവർ അങ്ങനെ വിളിക്കുന്നത് നമുക്കറിയാം അല്ലേ. ഓക്കെ, ഡോഗ് ഇൻ ടു ദ അതർ ഡെയിൻറ്റീസ്. കുറച്ച് ഇച്ചിരി ഫുഡൊക്കെ കൊടുത്തു അല്ലേ. ഇത്തിരി ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഡോഗ്സ് ഒക്കെ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പം അവർ കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. ഹോപ്പിംഗ് ഹി വുഡ് ഫൈൻഡ് ട്രഷർ ഫോർ. എന്തിനാ? ദേ തോട്ട് ദാറ്റ് ദിസ് ഡോഗ് വിൽ ഫൈൻഡ് ട്രഷർ ഫോർ ദം ഓൾസോ. ദേ തോട്ട് ദാറ്റ് ദേ വിൽ ഫൈൻഡ് ട്രഷർ ഫോർ ദം. അവർക്കും ഇങ്ങനൊരു നിധി തേടി കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവർ സ്വല്പം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇവനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. But the dog, being afraid of the cruel pair, would neither eat nor move. Okay, but the dog was very afraid of this cruel couple. Dog know who are they, and they are not kind. The dog was very familiar with them, so dog did not accept their treat. He did not accept their food, and he did not show any reaction to their care. അവൻ അവരുടെ കൊടുത്ത ഭക്ഷണം തൊടുവോ അങ്ങോട്ട് മൂവ് ചെയ്യുവോ ഒന്നും ചെയ്തില്ല. അവനറിയാം ഇവർ ഭയങ്കര ക്രൂവലാണെന്ന് അവന് അറിയാം. Then they dragged him out of the door. Dragged, D-R-A-G-G-E-D. Dragged, what is the meaning? വലിച്ചഴിച്ചുകൊണ്ട് ഡോറിൻ്റെ പുറത്തോട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി. Then they dragged him out of the door, taking a spade and hoe with them. അവരൊരു സ്പെയ്ഡ് തൂമ്പാക്കി എടുത്ത് ഈ ഡോഗിനെയും വലിച്ചഴിച്ച് ഡ്രാഗ് ചെയ്തുകൊണ്ട് അവരുടെ തോട്ടത്തിലേക്ക് പോയി. നോ സൂണർ ഹാഡ് ദ ഡോഗ് ഗോട്ട് നിയർ എ പൈൻ ട്രീ ഗ്രോയിങ് ഇൻ ദ ഗാർഡൻ then he began to paw and scratch the ground. Soon where did they reach? They reached near a pine tree. അവിടെ ഒരു പൈൻ ട്രീ ഉണ്ടായിരുന്നു. They reached near the pine tree. ആ ട്രീയുടെ ചുവട്ടിലെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? began to അത് അവിടെ നിന്നിട്ട് ഈ ഡോഗിനെ കൊണ്ട് നിർബന്ധിച്ച് ഈ തറ ഫ്ലോറ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ആസ് ഇഫ് എ മൈറ്റി ട്രഷർ ലേ beneath, B-E-N-E-A-T-H, B-E-N-E-A-T-H. What is the meaning of beneath? അടിയിൽ, under, അടിയിൽ, beneath. As if എന്ന പോലെ, as if എന്ന പോലെ, as if there was something treasure beneath the mud. ആ ഭൂമിക്കടിയിൽ എന്തോ നിധിയുള്ളതുപോലെ ഇങ്ങനെ മാന്താൻ തുടങ്ങി. ക്വിക്ക് വൈഫ് ഹാൻഡ് മീ ദ സ്പേഡ് ആൻഡ് ഹോ. അപ്പോൾ ഈ അത്യാഗ്രഹിയായ മനുഷ്യൻ പറയാണ്, ക്വിക്ക് പെട്ടെന്നാവട്ടെ, എൻ്റെ കയ്യിലേക്ക് തൂമ്പയൊക്കെ ഇങ്ങോട്ട് ഞാനിത് എടുക്കാം. Cried the greedy old fool as he danced with joy. This man was dancing with joy because he was thinking that I will get some treasure now. There is something under the mud, so I'll be rich like the neighbor. So he was dancing with joy. Do you dance when you are happy? Sometimes we dance when we are happy. Even though they were old, they danced. Then the courteous means atyagrahya, courteous old fellow with a spade and the old crone with a hoe began to dig. തൂമ്പയൊക്കെ ഉപയോഗിച്ച് വീണ്ടും അവരിങ്ങനെ കുഴിച്ചിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചേ? But there was nothing but a dead kitten. What was there? There was nothing but a dead kitten. ഒരു പൂച്ചക്കുട്ടി ചത്ത് മണ്ണിനടിയിൽ കിടപ്പുണ്ടായിരുന്നു. അവർക്ക് സ്വർണവും കിട്ടിയില്ല, നിധിയും കിട്ടിയില്ല, ഒന്നും കിട്ടില്ല. അവിടെ എന്തായിരുന്നു? There was a dead kitten under the mud. The smell of which made them drop their tools and shut their noses. Because of the smell that came out of that pit, they could not control. They could not stay there. They had to close their mouth and nose, and they had to go away from there. Furious at the dog. അപ്പോഴത്തേക്കിനും ഇവർക്ക് ഈ ഡോഗിനോട് ഭയങ്കര ദേഷ്യം വന്നു. കാരണം മറ്റ് നെയ്ബേഴ്സിന് ഒത്തിരി സ്വർണം കൊടുത്തു. ഇവർക്ക് ഡോഗ് സെർച്ച് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? ഒരു ഡെഡ് കിറ്റനെയാണ് കിട്ടിയത്. ദ ഓൾഡ് മാൻ കിക്ക്ഡ് ആൻഡ് ബീറ്റ് ഹിം ടു ഡെത്ത്. എന്ത് ചെയ്തു? അപ്പം
Furious means Furious, furious. കോപം, ദേഷ്യം, ഭയങ്കര ദേഷ്യം വന്നു. സോ kicked him and put to death. അങ്ങനെ ദേഷ്യം അതിൻ്റെ ചവിട്ടിയും ഇടിച്ചും തൊഴിച്ചും ഒക്കെ ആ ഡോഗിനെ കൊന്നുകളഞ്ഞു, അവനെ ഡെത്തിലേക്ക് തള്ളിയിട്ടു. ആൻഡ് ദ ഓൾഡ് വുമൻ ഫിനിഷ്ഡ് ദ വർക്ക് ബൈ നിയർലി ചോപ്പിംഗ് ഓഫ് ഹിസ് ഹെഡ്. ചോപ്പിംഗ് ഓഫ് ഹിസ് ഹെഡ്, ആ പട്ടിക്കുട്ടി കൊന്നത് പോരാണ്ട് അവൻ്റെ തലയും കൂടെ കട്ട് ചെയ്ത് മാറ്റി. ഓഫ് ഹിസ് ഹെഡ് വിത്ത് ദ ഷാർപ്പ് ഹോ, മൂർച്ചയുള്ള ആ തൂമ്പയും കൊണ്ട് അവൻ്റെ തലയും വെട്ടിമാറ്റി. ആൻഡ് ദെൻ ഫ്ലങ് ഹിം ഇൻ ടു ദ ഹോൾ. ഫ്ലങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FLUNG, ഫ്ലങ്, വലിച്ചെറിയുക ആ കുഴിയിലേക്ക്. അപ്പോൾ ഒരു കുഴി എടുത്തിട്ടുണ്ടല്ലോ അവർ, നിധി തപ്പി ഒരു കുഴി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്തേക്ക് ഈ പട്ടിക്കുട്ടീനെ ഇട്ട് അവർ മൂടി. ആൻഡ് എർത്ത് ആൻഡ് ഓവർ ഹിസ് കർക്കാസസ്, കർക്കാസസ് CARCASS, കർക്കാസ് എന്താ, ജീവികളുടെയൊക്കെ ചത്ത ഡെഡ് ബോഡി, ആനിമൽസിൻ്റെ ഒക്കെ ഡെഡ് ബോഡിയാണ് കർക്കാസ് എന്ന് പറയുന്നത്. അപ്പം അവൻ്റെ ആ കർക്കാസിന് മുകളിലേക്ക് ദേ പുട്ട് മഡ് ആൻഡ് കവേർഡ് ഹിം. ദ ഓണർ ഓഫ് ദ ഡോഗ് ഹേർഡ് ഓഫ് ദ ഡെത്ത് ഓഫ് ഹിസ് പെറ്റ് ആൻഡ് മോർണിംഗ് ഫോർ ഹിം ആസ് ഇഫ് ഹി ഹാഡ് ബീൻ ഹിസ് ഓൺ ചൈൽഡ്. അപ്പം എന്താ ചെയ്തത്, ഈ ഓണറിന് ഭയങ്കര സങ്കടമായി. അവന് ഇതിൻ്റെ ഡെത്ത് കണ്ടിട്ട് ഹി മോൺ ആസ് ഇഫ് ഫോർ ഹിസ് ഓൺ സൺ, അവൻ്റെ മക്കൾക്ക് വേണ്ടി കരയുന്നത് പോലെ ഈ ഓണർ സ്റ്റാർട്ടഡ് ബിക്കമിങ് സാഡ് ആൻഡ് സോറോ. ഹി സ്റ്റാർട്ടഡ് മോർണിംഗ് ഫോർ ഹിം ആസ് ഇഫ് ഹി ഹാഡ് ബീൻ ഹിസ് ഓൺ ചൈൽഡ്, അവൻ്റെ സ്വന്തം കുട്ടിയെ പോലെ അവൻ കരയാനായിട്ട് തുടങ്ങി. വെൻറ്റ് അറ്റ് നൈറ്റ് അണ്ടർ ദ പൈൻ ട്രീ, എവിടെയായിരുന്നു, ആ പൈൻ ട്രീയുടെ ചുവട്ടിലാണ് ഇവനെ കൊന്നിട്ട് അവരാ ക്രിക്കറ്റ് ആയിട്ടുള്ള കപ്പിൾസ് കുഴിച്ചിരിക്കുന്നത്. സോ ദിസ് കൈൻഡ് കപ്പിൾ, this farmer went under the pine tree and started mourning for his pet dog, for his beloved dog, as if he was crying for his own child, as if he was crying for his own son. He set up some bamboo tubes in the ground such as are used before the tombs. അവന് ആ ടൂമ്പിൻ്റെ മുകളിൽ കുറേ ബാംബൂസൊക്കെ അടുക്കി വെച്ച്, ഈ ടൂമ്പിൻ്റെ ഒക്കെ മുകളിൽ, ശവകുടീരത്തിൻ്റെ മുകളിൽ കണ്ടിട്ടില്ലേ, പല ഷേപ്പിലും രീതിയിലൊക്കെ നമ്മൾ വാർത്ത് വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും. അപ്പം അതുപോലെ അതൊരു ടൂമ്പാണ്, അവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു. അതുപോലെ ഈ ഫാമർ ബാംബൂ സ്റ്റിക്സ് കൊണ്ട് ആ ഡോഗിൻ്റെ ടൂമ്പിൽ അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് ഉണ്ടാക്കിയൊക്കെ വെച്ചു. സച്ച് ആർ യൂസ്ഡ് ബിഫോർ ദ ടൂംസ്, ടൂംസിൻ്റെ മുകളിൽ വയ്ക്കുക. ടൂം എന്ന് പറഞ്ഞാൽ ശവകുടീരം. ഇൻ വിച്ച് ഹി പുട്ട് ഫ്രഷ് ഫ്ലവേഴ്സ്, ആൻഡ് വാട്ട് ഹി ഡിഡ്, ഹി പുട്ട് സം ഫ്രഷ് ഫ്ലവേഴ്സ് ഓൾസോ. ദെൻ ഹി ലെയ്ഡ് എ കപ്പ് ഓഫ് വാട്ടർ ആൻഡ് ട്രേ ഓഫ് ഫുഡ് ഓൺ ദ ഗ്രേവ് ആൻഡ് burned several costly stick of incense. പിന്നെ എന്തൊക്കെയാണ് ചെയ്തേ, ആഫ്റ്റർ വാട്ട് ഓൾ ഹി ഡിഡ്, ഹി പുട്ട് സം വാട്ടർ ഓവർ ദാറ്റ് ആൻഡ് ഹി പുട്ട് എ ഫുഡ് ഫുൾ ഓഫ് ട്രേ, ഒരു ട്രേ നിറയെ ഫുഡ് വെച്ചു. ഓക്കെ, ആൻഡ് ഹി ബേൺഡ് സെവറൽ കോസ്റ്റ് സ്റ്റിക്സ് ഓഫ് ഇൻസെൻസ്, സുഗന്ധദ്രവ്യങ്ങളുടെ കുറേ സ്റ്റിക്സൊക്കെ അവൻ അവിടെ വെച്ചിട്ട് കത്തിച്ചു. ഹി മോൺഡ് എ ഗ്രേറ്റ് വൈൽ ഓഫ് ഹിസ് പെറ്റ്, കോളിംഗ് ഹിം മെനി ഡിയർ നെയിംസ് ആസ് ഇഫ് ഹി വെർ എലൈവ്. അവൻ ഒരു ഇപ്പം നമ്മൾ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അവിടുത്തെ അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ പല പേരുകൾ വിളിച്ചും അങ്ങനെയൊക്കെ വല്ലാണ്ട് ദുഃഖിക്കുന്ന, സങ്കടപ്പെടുന്ന നമുക്ക് കാണാം. അതുപോലെ ഈ മനുഷ്യൻ ഈ പട്ടിക്കുട്ടിയെ ഓർത്തിട്ട് വല്ലാണ്ട് ദുഃഖിക്കാനും സങ്കടപ്പെടാനും ഒക്കെ തുടങ്ങി. That night the spirit of the dog appeared to him in a dream and said, "Cut down the pine tree over my grave and make from it a mortar of your rice pastry and a mill for your bean sauce." എന്താ പറഞ്ഞത്, അറ്റ് നൈറ്റ്, രാത്രിയിൽ ഈ ഡോഗിൻ്റെ ആത്മാവ് ഈ നല്ല മനുഷ്യന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നാ പറഞ്ഞേ, കട്ട് ഡൗൺ ദ പൈൻ ട്രീ. യു കട്ട് ഡൗൺ ദ പൈൻ ട്രീ, ദെൻ വാട്ട് യു ഹാവ് ടു ഡു, കട്ട് ഡൗൺ ദ പൈൻ ട്രീ ഓവർ മൈ ഗ്രേവ്. ഗ്രേവ് എന്ന് പറഞ്ഞാലും ശവകുടീരം എന്ന് തന്നെയാണ് അർത്ഥം. ആൻഡ് മേക്ക് ഫ്രം ഇറ്റ് എ മോട്ടർ ഫോർ യുവർ റൈസ് പേസ്ട്രി. അരിമില്ലിന് വേണ്ടി ഒരു മോട്ടർ, ഒരു
ഒരൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പണ്ട് നിങ്ങൾക്കൊന്നും അറിവ് കാണുകയല്ല, പഴയ വീടുകളിലൊക്കെ കാണും ഒരൾ അരി ഇടിക്കുന്നത്. അങ്ങനെ ഒരു മോട്ടർ ഉണ്ടാക്കാൻ പറഞ്ഞു. നിങ്ങളുടെ റൈസ് പൊടിക്കാൻ വേണ്ടി ഫോർ യർ ബീൻ സോസ് ഉണ്ടാക്കാനും റൈസ് പൊടിക്കാനൊക്കെ അതുപോലെ ഒരു മില്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആര് പറഞ്ഞു? ദിസ് ഡോഗിൻ്റെ സോള് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ നല്ല മനുഷ്യനോട് പറഞ്ഞു ഒരു മില്ലുണ്ടാക്കാൻ പറഞ്ഞു. So the old man chopped down the tree and cut out of the middle of the trunk and a section about 2 feet long. അപ്പോൾ ഈ മരം മുറിച്ചിട്ട് 2 feet ലോങ്ങിൽ ഒരു ചെറിയ പീസായിട്ട് എടുത്തിട്ട് for what he is taking that to make rice mill ഉണ്ടാക്കാൻ വേണ്ടി ആ പൈൻ ട്രീ കട്ട് ചെയ്തു. ചെറിയൊരു സെക്ഷൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. വിത്ത് ഗ്രേറ്റ് ലേബർ, വളരെ കഷ്ടപ്പെട്ടാണ് അല്ലേ, വളരെ ബുദ്ധിമുട്ടിയിട്ട് അത് മുറിച്ചൊക്കെ എടുത്തു. പാർട്ട്ലി ബൈ ഫയർ, ഓക്കെ, കുറച്ച് ഭാഗം തീ കൊണ്ട് കത്തിച്ച്, അങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. തീ കൊണ്ട് കത്തിച്ചത് കളഞ്ഞ് ഷേപ്പ് ചെയ്ത് പാർട്ട്ലി ബൈ ദ ചേസൽ ഇങ്ങനെ അരിഞ്ഞ് മാറ്റി, കുറച്ച് ഭാഗം കത്തിച്ചു, കുറച്ച് ഭാഗം ഇങ്ങനെ അരിഞ്ഞ് ലെവൽ ചെയ്ത് he is carved out of the hollow place as big as small bowl. ഓക്കെ, ഹോളോ, അതിനകത്തൊരു ചെറിയ ഹോളൊക്കെ ഇട്ട് ഒരു ഒരൾ, നിങ്ങൾ വീട്ടിൽ ഉമ്മച്ചിമാരോടൊക്കെ ചോദിച്ചറിയാം ഒരൾ എങ്ങനെയാണ്. അപ്പോൾ ആ ഒരൾ പോലെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ഒരു ബൗൾ, ഈ ഒരളിൻ്റെ അകം കണ്ട ഒരു ബൗൾ, ഒരു പാത്രം പോലെ തോന്നും. He then made a long handle hammer of wood such as is used for pounding rice when New Year's time drew near. He wished to make some rice pastry. ന്യൂ ഇയറിൻ്റെ സമയമൊക്കെ ആയപ്പോൾ അദ്ദേഹം ഈ മില്ലിനകത്ത് കുറച്ച് റൈസ് പേസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. When the rice was all boiled, Granny put it into the mortar. അപ്പം റൈസൊക്കെ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തിട്ട് അവർ പേസ്ട്രി ഉണ്ടാക്കുന്നത്. അപ്പം റൈസൊക്കെ ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രാനി, ഈ പ്രായമായ ഈ ഫാർമറിൻ്റെ വൈഫ് ഈ മില്ലിലേക്ക് റൈസ് എടുത്തിട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? ദ ഓൾഡ് മാൻ, ഓക്കെ, when the rice was boiled, Granny put it into the mortar. The old man lifted his hammer to pound the mass into dough, and the blows fell heavy and fast till the pastry was all ready for baking. അപ്പോൾ മനുഷ്യനിങ്ങനെ ഇത് പൊടിച്ച് പേസ്ട്രി ആക്കുക. അതിങ്ങനെ ഇടിച്ച് നന്നായിട്ട് പൊടിച്ച് പേസ്റ്റ് ആക്കാൻ നോക്കുവാണ്. അപ്പം നല്ലപോലെ പൊടിക്കാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് ബേക്കിങ്ങിന്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി, ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഇടിച്ച് പൊടിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? സഡൻലി, പെട്ടെന്ന് തന്നെ, ദ ഹോൾ മാസ് ടേൺഡ് ഇൻടു എ ഹീപ്പ് ഓഫ് ഗോൾഡ് കോയിൻസ്. ഈ റൈസ് ഫ്ലോർ മൊത്തം കൂടെ എന്ത് സംഭവിച്ചു? എ ഹീപ്പ് ഓഫ് ഗോൾഡ് കോയിൻ, വീണ്ടും അതൊരു സ്വർണ്ണ കൂമ്പാരമായിട്ട് മാറി. When the old woman took the hand mill and filling it with beans began to grind, the gold dropped like rain. ഓക്കെ, വീണ്ടും ആ വുമൻ അതിനകത്തേക്കിട്ട് റൈസും ഒക്കെ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഇത് എന്തായി? ഇടുന്നത് മുഴുവൻ സ്വർണ്ണമായിട്ട് താഴേക്ക് വീഴാൻ തുടങ്ങി. മഴ പോലെ, സ്വർണ്ണ മഴ പെയ്യുന്നത് പോലെ ഇത് താഴേക്ക് വരാനായിട്ട് തുടങ്ങി. So we will stop here and listen this class properly. If you have any doubt, we can clear in the Google Meet class. Okay, read this chapter properly. Thank you.